വിഷ്വലൊന്നും നോക്കിയിട്ട് അങ്ങനെ ഒരു അക്രമം കാണാനില്ല. അതാണ് നമ്മൾ വിഷ്വൽ നോക്കിയിട്ട് കണ്ടാലല്ലേ അപലപിക്കുക. അപ്പോൾ പിന്നെ അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അപലപിക്കുമായിരുന്നു. പക്ഷേ വിഷ്വലൊന്നും നോക്കിയിട്ട് എത്ര തുടക്കം മുതൽ അവസാനം വരെ ഈ രണ്ട് ആൾക്ക് അവരടുത്തേക്ക് എത്താൻ തന്നെ കഴിയുന്നില്ല. എത്താൻ തന്നെ കഴിയാത്ത ഒരു സംഭവത്തിൽ പിന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ ഒരു കമൻറ്റ് പറയും? അതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അതിൻ്റെ നിജസ്ഥിതി ഒന്നും കൂടി അന്വേഷിക്കേണ്ടതാണ്. വിഷ്വലിൽ യാതൊന്നും കാണാനില്ല. നേരെ മറിച്ച് ഉച്ചക്ക് യൂത്ത് ലീഗ് സെക്രട്ടറി സജീർ ഇക്ബാലിനെ മർദ്ദിച്ചതൊന്നും നോക്കൂ. വളഞ്ഞിട്ട് ക്രൂര മർദ്ദനായിരുന്നില്ലേ? അതും മനുഷ്യനല്ലേ? ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. അക്രമത്തെ ഒന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, തീർച്ചയായിട്ടും അതിന് അനുകൂലിക്കുകയില്ല. പക്ഷേ വിഷ്വലി യാതൊന്നും കാണാനില്ല. അതിൻ്റെ നിജസ്ഥിതി പുറത്ത് ആക്രമിച്ചു എന്ന ആരോപണം വസ്തുതാപരമല്ലാന്നാണ്. അല്ല, അതന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ടല്ലോ. പറയപ്പെടുന്നതെന്നല്ല നിങ്ങൾ ചോദിച്ചത് തന്നെ. ഇത് ഒരു പറയപ്പെടുന്ന സംഗതിയായിട്ടാണ് വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഞാനങ്ങനെ കടുത്ത വാക്കുകളൊക്കെ മാന്യതക്ക് നിരക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞാൻ വിഷ്വല് യാത്രയിൽ ഇപ്പോൾ അവിടുന്ന് തൊട്ട് ഇവിടെ വരെ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയിട്ട് എനിക്ക് ഈ രണ്ട് പ്രവർത്തകർ അവരടുത്ത് എത്തുന്നേ ഇല്ല. പിന്നെ അങ്ങനെ ആക്രമിച്ചു എന്ന് പറയാം. അതൊക്കെ ഇനി വരും പിന്നെ സമയങ്ങളിൽ നിങ്ങൾ തന്നെ നോക്കി പുറത്തു കൊണ്ടുപോവാ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതെന്താന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വൈകുന്നേരത്തോടു കൂടി ഒരു വിവരം പറയും, ഇങ്ങോട്ട് പറയും. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.